അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ബാറ്റർ. അതെ, മലയാളികളുടെ പ്രിയങ്കരനായ, അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ. ഹായ്, നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം, അതാരും മറന്നുപോകരുത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യന്മാരായിരിക്കുന്നു. കഴിഞ്ഞ തവണ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നെങ്കിൽ ഇത്തവണ പാകിസ്ഥാനെതിരെ മികവാർന്ന വിജയവുമായിക്കൊണ്ട് നല്ല ഒരു ഫൈനലിന് വേണ്ട എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ മത്സരം തന്നെയായിരുന്നു ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഫൈനൽ. ടോസ് ലഭിച്ച ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ വളരെയേറെ കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഓപ്പണേഴ്സ് ഫർഹാനും ഫഖർ സമാനും പാകിസ്ഥാന് നൽകിയ തുടക്കം. ഫർഹാൻ 50യും കടന്ന് സ്കോർ 84-ൽ നിൽക്കുമ്പോഴാണ് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ആരാധകർ പകച്ചു നിന്നുപോയി. 10 ഓവർ പിന്നിടുമ്പോഴേക്ക് സ്കോർ കുതിച്ചു പോയിരുന്നു. ആരിനി തളക്കും? അവിടെയാണ് വരുൺ ചക്രവർത്തിയുടെ രംഗപ്രവേശനം. വരുൺ ചക്രവർത്തി വരുന്നു, ഫർഹാനെയും ഫഖർ സമാനെയും കീഴടക്കുന്നു, പാകിസ്ഥാൻ്റെ കഥ കഴിക്കുന്നു. പിന്നീട് അങ്ങോട്ടൊരു പാർട്ട്ണർഷിപ്പ് പോലും പടുത്തുയർത്താൻ അനുവദിക്കാതെ സ്പിന്നർമാരുടെ വിളയാട്ടമായിരുന്നു. ആദ്യ 10 ഓവർ പാകിസ്ഥാൻ്റെ കൈകളിലായിരുന്നെങ്കിൽ പിന്നീടുള്ള 10 ഓവർ ഇന്ത്യയുടെ കൈകളിലായിരുന്നു. 19.1 ഓവറാകുമ്പോഴേക്ക് സകല പാകിസ്ഥാൻ ബാറ്റർമാരെയും പുറത്തേക്ക് അയക്കുന്നു. കുൽദീപ് യാദവ് 4 വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, ബുംറ എന്നിവർ ഈ 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് പാകിസ്ഥാനെ 146 എന്ന സ്കോറിൽ ഒതുക്കുന്നു. പക്ഷേ ആ ഒരു ചെറിയ സ്കോറിൽ ഒതുക്കി എന്ന് സമാധാനിച്ച് ഇന്ത്യൻ ആരാധകർ നിൽക്കുമ്പോഴാണ് 147ലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ വിശ്വസ്തനായ അഭിഷേക് ശർമ്മ പെട്ടെന്ന് പുറത്താകുന്നു. പിറകെ ഗില്ലും പുറത്താകുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും അധികം ആയുസ്സുണ്ടായില്ല. 20 റൺസ് എത്തുമ്പോഴേക്ക് 3 വിക്കറ്റുകൾ. ഇന്ത്യൻ ആരാധകർ തലകുനിച്ചു പോകുന്നു. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എങ്ങും പാകിസ്ഥാൻ ആരാധകരുടെ ആരവം ഇടിമുഴക്കമായി പെയ്തിറങ്ങുന്നു. ഇനി ആരുണ്ട് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്താൻ? ആ ഒരു ഘട്ടം വന്നപ്പോൾ പിന്നീട് കോച്ചിനോ ക്യാപ്റ്റനോ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഏത് പ്രതിസന്ധികളിലും മനക്കരുത്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരുത്തനുണ്ട്, അവനെ തന്നെ ഇറക്കിവിടാം. ഈ ടൂർണമെൻറ്റിലുടനീളം തൻ്റെ പൊസിഷൻ ഏതെന്നറിയാതെ നിൽക്കുന്നൊരു ബാറ്റർ, തൻ്റെ പ്രതിഭ കൊണ്ട് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ബാറ്റർ. അതെ, മലയാളികളുടെ പ്രിയങ്കരനായ, അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ അവനെ തന്നെ ഇറക്കിവിടുന്നു. അവിടുന്ന് അങ്ങോട്ട് സഞ്ജു സാംസണും തിലക് വർമ്മയും കൂടി ഒരു അത്യുജ്വല പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നു. നേരിട്ട 2ാം പന്ത് റൌഫിനെതിരെ അടിച്ച ആ ഒരു ബൗണ്ടറിയിലുണ്ട് ആ മനക്കരുത്ത്. സൈമനെതിരെ ഒരു പവർഫുൾ ഷോട്ടിലൂടെ നേടിയ 6ലുണ്ട് ആ കരുത്ത്. 24 റൺസ് നേടിക്കൊണ്ട് സഞ്ജു സാംസൺ പുറത്തായെങ്കിലും അദ്ദേഹം ക്രീസ് വിടുമ്പോഴേക്ക് 57 റൺസിൻ്റെ 20-ന് 3 എന്നിടത്ത് നിന്ന് 4-ന് 77 എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് തിലക് വർമ്മയും ശിവം ദൂബയും കൂടി ഒരു സംഹാര താണ്ഡവമായിരുന്നു. ഇടക്കൊന്ന് പതറിയെങ്കിലും ശിവം ദൂബെ നല്ല ഷോട്ടുകളിലൂടെ തിരിച്ചെത്തി ഇന്ത്യൻ ടീമിനെ വിജയത്തോട് അടുപ്പിച്ചുകൊണ്ടാണ് പുറത്താകുന്നത്. ഈ ഫൈനൽ ദിനം എന്തുകൊണ്ടും തിലക് വർമ്മയുടേത് തന്നെയായിരുന്നു. തിലക് വർമ്മ ഒരവസരവും നൽകാതെയാണ് പാകിസ്ഥാൻ ബൗളേഴ്സിനെതിരെയും ഗാലറിയിൽ നിന്ന് ആർത്തു വിളിച്ച പാകിസ്ഥാൻ ആരാധകരെയും തോൽപ്പിച്ചുകൊണ്ട് നേടിയെടുത്തത്. ലീഗ് ഘട്ടത്തിലും സൂപ്പർ 4ലും അനായാസം പരാജയപ്പെടുത്തിയ പാകിസ്ഥാനെ എന്തുകൊണ്ടും ഫൈനലിൽ തോൽപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആരാധകരുടെ മനസ്സിൽ ഒരു ഘട്ടത്തിൽ ഇടിത്തി പെയ്തിറങ്ങിയപ്പോൾ അതിനെ മറികടന്നത് തിലക് വർമ്മയുടെ ആ മഹത്തായ ഇന്നിങ്സ് തന്നെയായിരുന്നു. ഇന്നത്തെ ദിനം അദ്ദേഹത്തിൻ്റെതു തന്നെയാണ്. ഒരുപക്ഷേ ആ ഒരു ഇന്നിങ്സ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല നമുക്ക്. അത്ര കണ്ട് ഇന്ത്യക്കെതിരെ വിജയം ആഘോഷിക്കാൻ കാത്തുനിന്ന പാകിസ്ഥാൻ ആരാധകരുണ്ട്. എന്തുകൊണ്ടും ഇത്തവണത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കളിക്കപ്പുറത്തേക്കും ഒരു സാങ്കല്പിക പ്രയോഗത്തിൽ സാധാരണ പത്രങ്ങളിൽ എഴുതി പിടിപ്പിക്കുന്ന ആവേശമല്ല ഇത്തവണ ഏഷ്യൻ കപ്പിനുണ്ടായിരുന്നത്. നമ്മൾ അത് കണ്ടതാണ്. ഗ്രൗണ്ടിലും
മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പല ചേഷ്ടകളിലൂടെ, പല വാക്കുകളിലൂടെ, പല പ്രകോപനപരമായ വെല്ലുവിളികളിലൂടെ നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. ആ ഒരു സമ്മർദ്ദ ഘട്ടത്തിലാണ് ഈ ഫൈനലിന് ഇറങ്ങുന്നത്. അത്തരത്തിലൊരു ഫൈനലിന് ഇറങ്ങുമ്പോൾ വിജയമല്ലാതെ മറ്റൊന്നും കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടും ആവേശത്തിൻ്റെ ഒരു മത്സരത്തിന് എന്തെല്ലാം ചേരുവകൾ വേണമോ അതെല്ലാം ഒന്നിച്ചൊത്തിണങ്ങിയ ഒരു മഹത്തായ ഫൈനൽ തന്നെയായിരുന്നു. പാകിസ്ഥാൻ ടീമിന് ആശ്വസിക്കാം, ഫൈനലിലെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു ഫൈറ്റ് നൽകിയതിന്, ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതിൽ ആശ്വസിക്കാം എന്ന് മാത്രം. പക്ഷേ വിജയം പിടിച്ചെടുക്കാൻ തിലക് വർമ്മയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ കഴിയാതെ പോയി പാകിസ്ഥാന്. സഞ്ജു സാംസന് മുന്നിൽ തലകുനിച്ചു പോയി പാകിസ്ഥാൻ. ശിവം ദൂബെയുടെ സിക്സറുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പോയി പാക് ബൗളേഴ്സ്. ഓരോ വിക്കറ്റുകൾ നേടുമ്പോഴും ഓരോ ചേഷ്ടകളിലൂടെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാനെ നിശബ്ദരാക്കിക്കൊണ്ട് 20-ാം ഓവറിൻ്റെ 2-ാം പന്തിൽ തിലക് വർമ്മയുടെ ബാറ്റിൽ നിന്ന് സിക്സർ പറത്തുമ്പോൾ ആ നിശബ്ദതയ്ക്ക് പിന്നീട് അങ്ങോട്ട് വാ തുറക്കാൻ പോലും അനുവദിക്കാതെ വിജയ റൺ നേടിക്കൊണ്ട് റിങ്കു സിംഗ് തിരശ്ശീലയിടുന്നു ആ ഫൈനലിന്. ഹാർദിക് പാണ്ഡ്യയുടെ പരിക്കായിരുന്നു റിങ്കു സിംഗിന് ഒരു അവസരം കിട്ടിയത്. ശിവം ദുബെ ഇന്ന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങിയ ദിനമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ 3 ഓവർ ബൗൾ ചെയ്ത് വിക്കറ്റ് നേടിയില്ലെങ്കിലും നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി ഫൈനലിൽ. മലയാളികൾ എന്ന നിലക്കും ഇന്ത്യക്കാരൻ എന്ന നിലക്കും നമുക്ക് ഇരട്ടി മധുരമാണ് ഇന്ന് നൽകുന്നത്. വിക്കറ്റിന് പിന്നിലുള്ള സഞ്ജുവിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ അനിവാര്യമായ ഘട്ടത്തിൽ സമ്മർദ്ദമേതുമില്ലാതെ എല്ലാ സമ്മർദ്ദങ്ങളെയും മറികടന്നുകൊണ്ട് തിലക് വർമ്മയോടുകൂടെ അത്യുജ്വല പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയതിലും നമുക്ക് അഭിമാനിക്കാം. ഇനി ഇന്ത്യക്കെതിരെ വെല്ലുവിളികളുമായി പാകിസ്ഥാൻ വരുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ വെല്ലുവിളികളെയും ആത്മധൈര്യം കൊണ്ടും ആത്മാഭിമാനം കൊണ്ടും മറികടന്ന ഒരു ഏഷ്യ കപ്പായിരുന്നു ഇത്തവണത്തേത്. ഈ പരമ്പരയിൽ മികവാർന്ന ബാറ്റിങ്ങിലൂടെ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഒരു പരിധിവരെ സഞ്ജു സാംസണും വിജയം നേടിയ ടൂർണമെൻ്റായിരുന്നു ഇത്തവണത്തെ ഏഷ്യ കപ്പ്. അതുപോലെ തന്നെ കുൽദീപ് യാദവിൻ്റെയും അക്സർ പട്ടേലിൻ്റെയും വരുൺ ചക്രവർത്തിയുടെയും എല്ലാം മികവാർന്ന ബൗളിംഗ്. കഴിഞ്ഞ മത്സരത്തിൽ ഗ്രൗണ്ടിൽ ഫീൽഡ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ആംഗ്യം കാണിച്ചുകൊണ്ട് കാണികളെ പ്രകോപിപ്പിച്ച റഊഫിന് ഇന്ന് മറുപടി നൽകിയത് ബുംറ. അയാളുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ ഫ്ലൈറ്റ് ആംഗ്യം കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ എന്തുകൊണ്ടും ഇന്നത്തെ ആ ഫൈനൽ ദേശത്തിൻ്റെയും ആകാംക്ഷയുടെയും അതിനേക്കാൾ ഉപരി അവസാനം ഇന്ത്യൻ ജനകോടികളുടെ മനസ്സുകളിലേക്ക് ആനന്ദമോടിയെത്തുന്ന ഒരു ഫൈനലാക്കി തീർത്തതിന് ഇന്ത്യൻ ടീമിന് ഒരു ബിഗ് സല്യൂട്ട്. തൽക്കാലം വിട. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.